ഗൈസ്, സിമ്പിളായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീട്ടിലെ കറണ്ട് ബില്ല് എങ്ങനെ അടയ്ക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ജിപേ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫോണിൽ ജിപേ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് പേ ബിൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാറ്റഗറീസ് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇലക്ട്രിസിറ്റി എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ KSEB എന്ന് കാണാൻ സാധിക്കും. കേരള ഇലക്ട്രിസിറ്റി അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു കൺസ്യൂമർ നമ്പറും ഒരു നിക് നെയിമും കൊടുക്കാനായിട്ട് ചോദിക്കും. കൺസ്യൂമർ നമ്പർ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു കൺസ്യൂമർ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒരു ഓപ്ഷനിലായിട്ട് ഒരു പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഹോമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സ്ഥാപനമാണെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേരോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ബില്ലിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ അക്കൗണ്ട് ഹോൾഡർ നെയിമും കൺസ്യൂമർ നമ്പറും കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക. കറക്റ്റ് ആണെങ്കിൽ ലിങ്ക് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് KSEBയുടെ ആ ഒരു എമൗണ്ട് എത്രയാണോ അടയ്ക്കേണ്ടത് ആ എമൗണ്ട് ഗൂഗിൾ പേയിൽ കാണിക്കും. അപ്പോൾ അതിൻ്റെ ഡ്യൂ ഡേറ്റും അതുപോലെ ബിൽ ഡേറ്റും എന്നാണ്, അതുപോലെ ബിൽ നമ്പർ, ഈ ബിൽ നമ്പർ നിങ്ങളുടെ കൈവശമുള്ള ബില്ലിലും ഈ ഒരു ബിൽ നമ്പർ കാണിക്കുന്നതാണ്. ഇത് നമ്മൾ പേ ചെയ്യാനായിട്ട് താഴെ പേ ബിൽ എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയ്ഡ് എന്ന് പറഞ്ഞ് ഇതുപോലെ കാണിക്കുന്നതായിരിക്കും. ഒന്നുകൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ അടച്ച ബില്ല് എടുക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേയിൽ വീണ്ടും ഗൂഗിൾ പേയുടെ ഹോം പേജിൽ വരിക. ശേഷം താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ബിൽസ് ആൻഡ് റീചാർജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൂഗിൾ പേയിൽ. അതിൽ KSEB എന്ന് പറഞ്ഞ് കാണിക്കും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. തുടർന്നും നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.